ഇതില് സാധാരണ ഒരു അവസരമാണോ അല്ലെങ്കിൽ ഫിജിക്കാട്ട് എന്താണെന്നോ ഒന്നും മനസ്സിലായിട്ട് എന്താ പറയാ പ്ലാൻ കേട്ടിട്ട് ഒന്നും വന്ന ആളല്ല. ഈ ഒരു കോവിഡിന്റെ സമയത്ത് ലാസ്റ്റ് സെക്കൻഡ് കോവിഡിന്റെ സമയത്താണ് എന്റെ സിസ്റ്ററിനെ ഈ പ്രോജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആള് പറഞ്ഞ സമയത്ത് ജസ്റ്റ് ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആള് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ചൊരു കാര്യങ്ങളുണ്ട്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്റെ വൈഫ് ടീച്ചറാണ്, അപ്പം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന ആളാണ്. അപ്പൊ ആൾക്ക് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആണ്. പക്ഷെ കുറഞ്ഞ ദിവസങ്ങൾ ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സാധ്യതകൾ മനസ്സിലായപ്പം മറ്റു മേഖലയിൽ നിന്ന് മാറി ഫുൾ ടൈം ആയിട്ട് ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു. ഈ കമ്പനിയുടെ പ്ലാനിൽ പറയുന്ന സെയിൽസ് മാനേജർ റാങ്കിലേക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് ഏകദേശം 48 ദിവസം കൊണ്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. വെറും 48 ദിവസം കൊണ്ടൊക്കെ ഈ കമ്പനിയുടെ 3 റാങ്ക് കവർ ചെയ്യാൻ പറ്റി. ഒരു ദിവസം 10,000 രൂപയ്ക്ക് പുറത്തുള്ള ഒരു വരുമാനമൊക്കെ വാങ്ങിച്ച സമയത്താണ് ഞാൻ സീരിയസ് ആയത്. കാരണം നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നുമല്ല, തിരിച്ചറിഞ്ഞ നിമിഷം വന്നിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം വന്ന ദിവസമാണ്. നല്ല വരുമാനത്തിലൂടെ പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ലൈഫിൽ. ഇനി വേറെ ഒന്നും നോക്കേണ്ടതില്ല എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടി തന്നെയാണ് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. 4 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഈ കമ്പനി 8ാമത്തെ റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. കമ്പനിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താ പറയുക, റൈഡർ ഫണ്ട് ഉൾപ്പെടെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. 50,000 രൂപ റൈഡർ ഫണ്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഒരു സാധാരണ ഒരു അവസരമാണോ എന്താണോ ഫിജിക്കാർഡ് എന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുക. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആണെന്ന് മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. വളരെ മനോഹരമായിട്ട് ഡിൻഡു സാർ ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് പ്രൊജക്ട് മുൻപോട്ട് പോകുന്നത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കേട്ട ആളുകൾക്ക് യാതൊരു സംശയം ഇല്ലാതെ 10,000 അല്ല 30,000 രൂപ വരെയൊക്കെ ഒരു ദിവസം വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവോട് കൂടി തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, മാർക്കറ്റിലെ വലിയ രീതിയിലൊക്കെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടി വരുമോ, ഇങ്ങനെ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഫിജിക്കാർഡ്.com എന്നുള്ള ഈ ഒരു കമ്പനി. ഓക്കെ, അത് ചെയ്യുന്ന കമ്പനിയാണ്, അതായത് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ചെയ്യുന്ന കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്നുള്ള പേര് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കേൾക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഇത്രയും പ്രബലമായിട്ട് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന വളരെ സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കമ്പനി എന്താ പറയാ, ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരില്ല, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് വരുന്നത്. കാരണം 100 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 100 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി പറയുന്നില്ല. നിത്യഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതാണ്. അപ്പൊ ആ ഷോപ്പ് ഒന്ന് മാറി ഒരു വൺ ടൈം ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരിലൊരു ഡിജിറ്റലായിട്ട് സ്റ്റോർ നമ്മൾ ലഭിക്കുകയും ഈ കമ്പനിയുടെ പാർട്ണർഷിപ്പും കൂടെ അതിനോടൊപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എടുക്കാൻ വേണ്ടി എങ്ങനെ വേണം നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കാണാം. പക്ഷെ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ഷോപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ, ഫിജിക്കാർഡ് എന്നുള്ളതല്ല, ഒരു സാധാരണ ഷോപ്പ് നമ്മൾ തുടങ്ങണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ആവശ്യമുണ്ട്. ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 17 വർഷം, സാർ പറഞ്ഞു 17 വർഷമായിട്ട് മാർക്കറ്റിംഗ് മേഖലയിൽ പരിചയമുണ്ട്. അതിൽ 10 വർഷം ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തു. 7 വർഷക്കാലം ഒരു കമ്പനി റൺ ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയിട്ടുള്ള പരിചയമുണ്ട്. അതിനുശേഷമാണ് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് HP എന്നുള്ള ബ്രാൻഡിന്റെ കേരളത്തിലെ ഒരു 3 ജില്ലകളിൽ ഓതറൈസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയുടെ ഓതറൈസ്ഡ് ചാനൽ പാർട്ണർ ആയിട്ടുള്ള കമ്പനിയാണ് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്. പക്ഷേ 2 ജില്ലകളിലൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോടും എറണാകുളവും അതുപോലെ തന്നെ കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഇന്ന് ഫിജിക്കാർഡ് എന്നുള്ള കമ്പനി തരുന്ന ഒരു ആത്മവിശ്വാസം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, പിന്നീട് ഒരു ഇൻവെസ്റ്റ്മെന്റും കമ്പനി ചെയ്യാനും പറയുന്നില്ല. ഈ ബിസിനസിന് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റുകൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ പ്രോഡക്റ്റുകൾ എടുക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. മീഷ, മിന്ത്ര പറഞ്ഞ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഏകദേശം ഇന്ന് ഈ മൊബൈൽ ഫോൺ നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 90% ആളുകളും ഓൺലൈനിൽ ഒന്ന് കയറി നോക്കി അതിന്റെ വില എങ്കിലും നോക്കിയിട്ടേ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള വിരളമായിട്ട് ഒരു 10% ആളുകളാണ് ഷോപ്പിലേക്ക് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു വില കണ്ട് മനസ്സിലാക്കി ഒരു പക്ഷേ ആ മൊബൈൽ ഫോണൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി എല്ലാവരും എന്തായാലും ഓൺലൈനായിട്ടെങ്കിലും പ്രൈസ് എങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മുടെ കാലഘട്ടം മാറി, പഴയ പോലെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. വളരെയധികം അധ്വാനിക്കുന്ന ആളുകൾക്ക് മാത്രമേ വരുമാനം കിട്ടുള്ളൂ എന്നുള്ള ഒരു പഴയ കാഴ്ചപ്പാടാണ്.
ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമില്ല എന്നല്ല പറയണം, പക്ഷെ വലിയ വരുമാനത്തിൽ എത്താൻ പറ്റില്ല. പക്ഷെ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വരുമാനത്തേക്ക് എത്താം. ഇന്നിപ്പോ നിങ്ങൾ അറിയുന്ന പല ആളുകളും പല സെലിബ്രിറ്റി റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ആളുകളും വിജയിക്കാട് എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, പറ്റും പല മേഖലകളും വലിയ കഴിവുകളോ കാര്യങ്ങളോ ബിസിനസ് മേഖലയിലോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവർ ആയിരിക്കുന്ന മേഖല സ്മാർട്ട് ഫോണിന്റെ ഒരു സഹായത്തോടുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇവൻ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടാൽ പോലും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വാങ്ങുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. യൂട്യൂബേഴ്സ് ആയിട്ടും എന്താ പറയുക ഫേസ്ബുക്കിൽ പ്രൊമോഷൻസ് ആയിട്ടും കമ്പനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടില് നമ്മുടെ എന്താ പറയുക ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം പഴയ കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു, ജോലി ചെയ്താൽ നല്ല വരുമാനം കിട്ടും, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയിലേക്ക് നമുക്ക് എത്തിപ്പെടാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. നല്ല ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിലേക്ക്, ഇപ്പൊ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു ജോലി എന്നാൽ ഗവൺമെന്റ് സെക്ടറിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടുക. അവിടുത്തെ സാലറിയും സ്ട്രക്ചറും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഒരു 50,000 രൂപയ്ക്ക് പുറത്ത് ഒരു സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ അധ്വാനം ഉണ്ട്. 1, 2, 3 വർഷമൊന്നും അല്ല, വർഷങ്ങളോളം പഠിച്ചതിന് ശേഷമാണ് ഇവനൊരു PSC ലിസ്റ്റ് കിട്ടി 3, 4 പ്രാവശ്യമൊക്കെ എഴുതി ആ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പല ആളുകളും ലിസ്റ്റിൽ നിന്നൊക്കെ തള്ളിപ്പോയി പിന്നെയും പുതിയ ലിസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വർഷങ്ങളുടെ കോച്ചിങ്ങിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ പിന്നീട് എങ്ങനെയൊക്കെ ഗവൺമെന്റ് സെക്ടറിലേക്ക് എത്തിപ്പെടുക. പക്ഷെ ഒരു 5000 പേരുടെ ഒഴിവിന് 50 ലക്ഷം ആൾക്കാരെ ആപ്ലിക്കേഷൻ വെക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള ഭൂരിഭാഗം ജനവിഭാഗങ്ങളും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സെക്ടറിലെ ജോലി എന്നുള്ളതാണ്. പക്ഷെ ആ ജോലിയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത്രയും ഒരു ഇൻകം നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ്സിൽ കിട്ടുന്ന അത്രയും ഇൻകം ഒരിക്കലും നമുക്ക് ജോലിയിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ ശരി, ഏത് പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാണെങ്കിൽ ആവറേജ് ഒരു വരുമാനം അല്ലാതെ വലിയ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഇതിലൊന്നും ഒരു ജോലിയിൽ നിന്ന് വരുമാനം ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഓൾമോസ്റ്റ് ഇപ്പോൾ ആളുകൾക്കെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ അതിങ്ങനെ എത്തിപ്പെടാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്കുകൾ ഓർത്തിട്ടാണ് പല ആളുകളും ബിസിനസ് ചെയ്യാൻ പഠിക്കുന്നത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പഠിക്കുന്നത്. ഞാൻ 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിംഗ് കമ്പനിയിൽ, മാർക്കറ്റ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. 10ാമത്തെ വർഷമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്നത്, ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം എന്നുള്ള. ഈ 10 വർഷക്കാലം അതേ കഴിവുകളും അതേ കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും 10 വർഷം വേണ്ടി വന്നു എനിക്കൊരു ബിസിനസ്സിലേക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ. അന്ന് ആ നിമിഷം ഞാൻ ചിന്തിച്ചു, ഇത് ബിസിനസ് തുടങ്ങി കുറച്ച് കാര്യം ചെയ്ത് കഴിഞ്ഞു, കുറച്ച് വരുമാനം കാര്യങ്ങൾ വന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായത് മുമ്പേ തന്നെ ചെയ്യാമായിരുന്നു. ഇതേ കഴിവുകളും ഇതേ കാര്യങ്ങളും ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുന്ന ഒരു കാലത്ത് എനിക്ക് ബിസിനസ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അവിടെ എന്നെ മടുപ്പിച്ച അല്ലെങ്കിൽ എന്നെ എന്താ പറയാ പേടിപ്പിച്ച ഒരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റില് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. ഒരു കടക്കാരൻ ആ പ്രൊഡക്റ്റ് നമുക്ക് തരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന് ഒരു റിറ്റെയിൽ പ്രോഫിറ്റ് മിനിമം ഒരു 20% പ്രോഫിറ്റ് അദ്ദേഹം എടുക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. രണ്ടാമതൊരു കാര്യം, ഒരു റിറ്റെയിൽ ശൃംഖലയിലൂടെയാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നത്. ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന ഏത് ഷോപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതിലൊരിക്കലും മാനുഫാക്ചർ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവെക്കുന്നില്ല. അതൊരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയിലൂടെയാണ് വരുന്നത്. പ്ലാൻ പ്രൊസസ് ചെയ്യുന്ന സമയത്ത് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ തൊട്ട് ഒരു 6, 7 ഇടനിലക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആ കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതില് ഇടത്തെട്ടുകാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭമാണ് ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെ കമ്പനി നമുക്ക് തരുന്ന ലാഭം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ 1 രൂപ ഇവിടെ കൂട്ടി വിറ്റുകൊണ്ടോ ഒരു പ്രൊഡക്റ്റിന് വില കൂട്ടി വിറ്റുകൊണ്ടോ അല്ല നമുക്കിവിടെ ലാഭം തരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാനിൽ കൃത്യമായിട്ട് പറഞ്ഞത് ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് പോകുന്ന ഒരു കമ്പനിയാണ്. ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻസ് ഇന്ത്യയിൽ വന്നത് 2018 സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് 2016 വന്നു. സംസ്ഥാനങ്ങളോട് നടപ്പിലാക്കാൻ പറയുന്നത് 2018 കേരളമാണ് ആദ്യമായിട്ടത് നടപ്പിലാക്കിയത്. അപ്പൊ പ്ലാൻ പ്രൊസീജിയർ സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് വരുന്നതിന് മുമ്പുള്ള ബിസിനസ്സും ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷമുള്ള ബിസിനസ്സും രണ്ടാണ്. കാരണം കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. അതിനുശേഷമാണ് നല്ല കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന് ഉദാഹരണമാണ് ചെമ്മണ്ണൂർ രാഷ്ട്രീയ ഗ്രൂപ്പ്. 2018 തൊട്ടാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. നിയമമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് മുമ്പോട്ട് വരില്ല. കാരണം നിയമപരമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതിന്റെ പേരിനെ ഹനിക്കുന്ന ഒരു പ്രവൃത്തി ഒരു കാരണവശാലും അത്രയും വലിയൊരു കോർപ്പറേറ്റ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, ഈ മേഖല എന്തുകൊണ്ട് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തു ചിന്തിക്കുക. ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി 30 വർഷക്കാലം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഗ്യാരേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് തുടങ്ങിയ കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് ആമസോൺ ആണ്, അത്രയും വലിയ കച്ചവടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനിക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിലയ്ക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് 100 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ് ആയിട്ട് മാറിക്കൂടാ? ഇതാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ഒരു കമ്പനി ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ച ആളുകൾക്കറിയാം, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാർക്കറ്റിംഗ് സർവേ നടത്താതെ ഒരു കമ്പനി പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എവിടെയും ചെയ്യാൻ തയ്യാറാവില്ല. മാർക്കറ്റിംഗ് സർവേയിൽ കൃത്യമായിട്ട് പറയും, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് റിട്ടേൺ എടുക്കാൻ പറ്റും, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്ര കാലത്തോളം നിലനിർത്താൻ പറ്റും, ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നുകൂടെ ആഴത്തിൽ പഠിക്കും. ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് അല്ല, ഒരു പ്രൊജക്റ്റ് ആണ് ഫിജിക്കാർഡ്.com എന്നുള്ള കമ്പനി. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഇ കൊമേഴ്സ് എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 4-5 തേർഡ് പാർട്ടി ഏജൻസികളും സർവേ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, ഇത് സസ്റ്റൈനബിൾ ആണ്, മാർക്കറ്റിൽ വളരെയധികം പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഈ പ്രോജക്റ്റ് തുടങ്ങുള്ളൂ. അല്ലാതെ ഒന്നും കാണാതെ ഒരു 100 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ തയ്യാറാവില്ല. ബിസിനസ്സിൽ അത്രയധികം എന്താ പറയാ കഴിവുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു ടീം മാനേജ്മെന്റ് ഉള്ള ഗ്രൂപ്പാണ് ബിസിനസ് തുടങ്ങിയേക്കുന്നത്. ഒരു സാധാരണക്കാരനല്ല, സാധാരണക്കാരൻ ചെയ്യുന്ന ബിസിനസ് അല്ല. അദ്ദേഹം ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ വലിയ രീതിയിൽ അസാധാരണമായ ബിസിനസ് വൈഭവത്തോടുകൂടി വളരെയധികം സ്കിൽസ് ഉള്ള ഒരുപാട് മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. ചെമ്മണ്ണൂർ ഗോൾഡ് ഉദാഹരണമാണ്. വെറും ഒരു ജ്വല്ലറി, മാവൂർ റോഡിൽ കാലിക്കറ്റ് ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 54 ജ്വല്ലറികൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റിന്റെ ഒപ്പമാണ് ഫിജിക്കാർഡ്.com എന്നുള്ള കമ്പനി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഈ 54 ജ്വല്ലറിയിൽ എത്ര കോടി രൂപയുടെ സ്വർണം വെച്ചിട്ടുണ്ടാവും? ഇനി അടുത്തൊരു മേഖല നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക, ചെമ്മണ്ണൂരിന്റെ ആണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ക്രെഡിറ്റ് സൊസൈറ്റി. അത് 300-ൽ പരം ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളായിട്ട് ബിസിനസ് ഗ്രൂപ്പാണ്. അപ്പം അവരൊന്നും കാണാതെ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ഫിജിക്കാർഡ്.com തുടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നതാണ്, മാർക്കറ്റിംഗിൽ കൃത്യമായിട്ടുള്ള ധാരണയുള്ള കമ്പനിയാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ്. അവർ ഒരു പ്രൊജക്ട് മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പൊ നിങ്ങളെടുക്കുന്ന കമ്പനി 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ഞാൻ കമ്പനി പറയുന്നതിനുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഒന്ന് പർച്ചേസ് ചെയ്യുക. ഫിജിക്കാർഡിൽ നിന്ന് 25, 50, 100 SPയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഒരു പാർട്ണറായിട്ട് നിങ്ങൾക്ക് മാറാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ മാറ്റിവെക്കപ്പെട്ടുള്ള പല ആഗ്രഹങ്ങളും ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് നേടണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ട് നടക്കാൻ പറ്റാതെ പോയിട്ടുള്ള സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫിജിക്കാർഡ്.com നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിനാണ് ഫിജിക്കൽ അക്കാഡമി എന്നൊരു ട്രെയിനിങ്. ഇപ്പൊ ഈ ഫീൽഡിലിരിക്കുന്ന പല ആളുകൾക്കും സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഒരാളടുത്ത് എങ്ങനെ പറയാം, അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് കമ്പനിയുടെ ഫിജിക്കൽ അക്കാഡമി. അതാണ് സാധാരണക്കാർ, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ടീമിലൊക്കെ അത്തരം ആളുകൾ വരെ ഒരു ബുക്ക് വായിക്കാൻ ഒരു ബസ്സിന്റെ ബോർഡ് വായിക്കാൻ പോലും അറിയില്ലാത്ത ആൾക്കാരടക്കം നമ്മുടെ സെയിൽസ് മാനേജർ റാങ്കിലേക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങളെ പോലുള്ള ലീഡേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ചാരിതാർത്ഥ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാരണമായിട്ട് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവരൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫില് അയാളുടെ ലൈഫില് ടോട്ടൽ കാര്യം ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ചേഞ്ച് ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ അംബാനിയെ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം പറയും, ഓക്കെ കുറച്ചുകൂടെ ക്യാഷിന് ആവശ്യമുണ്ട്, കുറച്ച് ഫണ്ട് കൂടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ലോൺ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 20,000 30,000 കൂടിയൊക്കെയാണ് ഒരു ലോൺ ചോദിക്കുക. കാരണം ബിസിനസ് ചെയ്യാൻ ഫണ്ട് ആവശ്യമുണ്ട്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടികൾ കിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ അടുത്ത് ഫിജിക്കാർഡ്.com എന്ന കമ്പനി പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഈ അക്കൗണ്ടിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുക. ആളെ കൂട്ടുക എന്നുള്ളതല്ല. ആളുകളില്ലാതെ ലോകത്തൊരു ബിസിനസ് നടക്കാറില്ല. പിന്നെ നിങ്ങൾ ചിലപ്പം പ്ലാൻ നിസാർ പറഞ്ഞു, ഇതിൽ കുറെ ആളുകൾ തെറ്റിദ്ധാരണയാണ്, ആളെ കൂട്ടണ്ടേ. ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആളുകളില്ലാതെ ലോകത്ത് ഒരു കച്ചവടം നടക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് പരസ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന പല പ്രമുഖ വ്യക്തിത്വങ്ങളും ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറയുന്ന ഒരു കാര്യം, ഇന്ന കമ്പനി പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്ന കോടികൾ വരുമാനം വാങ്ങിച്ചിട്ടാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്താൽ പോലും നമ്മളെപ്പോലുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് വരുമാനം തരാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള കാരണം.
കാരണം ലക്ഷങ്ങള് കൊടുത്തുകൊണ്ട് അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ കമ്പനിയുടെ വിറ്റുവരവിൽ നിന്ന് ഒരു വരുമാനം അവർക്കൂടെ കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഫിജിക.com എന്നുള്ള കമ്പനി ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ള തിരിച്ചറിവ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരാൻ പോവാന്നുള്ള തിരിച്ചറിവ് ലോകം മുഴുവൻ ഇ കൊമേഴ്സിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെമ്മണ്ണൂരായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ് ഫിജിക.com എന്നുള്ള കമ്പനിയിലേക്ക് വരാൻ പോവാണ്. ഈവൻ ഗോൾഡ് അടക്കം നമുക്ക് പർച്ചേസ് ചെയ്യാം. ചെമ്മണ്ണൂർ ഗ്രൂപ്പില് നമ്മുടെ ജ്വല്ലേഴ്സിൽ പോയിട്ട് നിങ്ങൾ ഗോൾഡ് വാങ്ങണം. ഒരു SVയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ ഫിജിക.com എന്നുള്ള ഒരു പവൻ ഗോൾഡ് എടുത്താൽ പോലും നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ടിൽ വരുമാനം ക്രെഡിറ്റ് ആവുന്ന സിസ്റ്റം. വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ പോലും ഒന്ന് പറഞ്ഞാൽ മതി, ഇവിടെ ഞങ്ങളുടെ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് വഴി ഒന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം ക്രെഡിറ്റ് ആവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഫിജിക.com. ഇത് നമുക്ക് തരുന്ന കമ്പനിയുടെ പേര് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്നാണ്. ഫിജിക എന്നുള്ള കമ്പനിയിലുള്ള നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മാറ്റിവെക്കപ്പെട്ട കുറെ ആഗ്രഹങ്ങൾക്ക് പുറകെ നമ്മൾ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറണം എന്നുണ്ടെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണമെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. പക്ഷെ 3, 4, 5 വർഷം ഈ കമ്പനിയോടൊപ്പം ഒന്ന് കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് സാർ സൂചനയായിട്ട് പറഞ്ഞു, ഞാനൊരു ഇയോൺ എന്നുള്ള വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെന്ന്. സ്കോഡ കുഷാക് എന്നൊരു പ്രീമിയം വെഹിക്കിൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എന്റെ വീട്ടിലുൾപ്പെടെ ഒരു ഹോം തിയേറ്റർ ഉൾപ്പെടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് അവധിക്കാലത്ത് പിള്ളേരോടൊപ്പം ഇരുന്ന് വീട്ടിൽ നിന്നൊരു മൂവി തിയേറ്ററിൽ കാണുന്ന രീതിയിൽ ഒരു ഫിലിം തിയേറ്റർ അടക്കം എന്റെ വീട്ടിൽ എനിക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഫിജിക.com എന്നുള്ള കോൺസെപ്റ്റിൽ വന്ന വരുമാനം കൊണ്ടാണ്. അപ്പം മാറ്റം നമ്മൾ മാത്രമല്ല, എന്നോടൊപ്പം ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത പല വ്യക്തിത്വങ്ങള് 4 വീലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഫിജിക എന്നുള്ള കോൺസെപ്റ്റിൽ വന്നതിന്റെ ഒരു പവർ കൊണ്ട് മാത്രമാണ്. അപ്പം ലൈഫിൽ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. ആ ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് ഫിജിക.com എന്നുള്ളത്. കാരണം അവസരങ്ങളാണ് നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തിച്ചിട്ടുള്ള. ആ അവസരത്തിനൊപ്പം നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ അവസരം നിങ്ങൾക്ക് 1000 രൂപ തരുന്ന ഒരു അവസരമാണ് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പോകുന്ന ജോലിക്ക് 1000 രൂപയെ ലഭിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു 10,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ അവസരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ആ 10,000 രൂപ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റു പല മേഖലകളിലേക്കും പോകേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പല ഫ്രണ്ട്സിനോടും റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, എനിക്ക് ഇന്ന് 10,000 രൂപ ആവശ്യമുണ്ട്. പക്ഷേ ഫിജിക.com എന്നുള്ള കോൺസെപ്റ്റ് വന്നു. നിങ്ങൾ 1000 രൂപ ആഗ്രഹിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫിജിക.com 1000 രൂപ തരാൻ തയ്യാറാണ്. നിങ്ങൾ 10,000 ഒരു ദിവസം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്ലാനിൽ പറയുന്ന 10,000 രൂപ വൺ ഡേ ഇൻകം വാങ്ങിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റും ഫിജിക.comൽ നിങ്ങൾക്കും ഈ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്നതാണെന്ന്. ഇനി 30,000 വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഈ പ്രൊജക്റ്റിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയ വ്യക്തികൾ ഉൾപ്പെടെ 30,000 വൺ ഡേ ഇൻകം വാങ്ങിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നിങ്ങളെന്ന് വ്യക്തി ആഗ്രഹിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെന്ന് വ്യക്തി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഫിജിക.com നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം പ്ലാനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നേടിക്കൊടുത്തിട്ടുണ്ടാണ് ഈ ഫിജിക.comലെ ഓരോ ലീഡേഴ്സും അവർ ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഒറ്റയ്ക്കുള്ള ഗെയിം അല്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ടുള്ള ആരും തന്നെ ഇവിടെ ഇല്ല. എല്ലാവരും ഫിജിക.com എന്നുള്ള കോൺസെപ്റ്റിൽ വന്ന് ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളിലൂടെ ഒന്ന് ഇടങ്ങിത്തിരിക്കാൻ തയ്യാറായ സമയത്ത് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടായതിന്റെ പ്രതിഫലങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്ന സമയത്ത്, ഒരു വ്യക്തിയുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത്, അവരുടെ ലൈഫിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ഒരു ഫ്രീഡം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഹാപ്പി ഓണം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതിലേക്ക് മാറ്റം ഉണ്ടാവും. കാരണം ഒരു ദിവസം വരുമാനം വരും. അല്ല, ഫിജിക.com എന്നുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞ 30,000 വൺ ഡേ വരും എന്നുള്ള പ്രത്യാശ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിജിക.com എന്നുള്ള കമ്പനി നിങ്ങൾക്ക് പ്രവർത്തിച്ച് നേടിയെടുക്കാം. കാരണം ഇവിടെ വിദ്യാഭ്യാസ ഒരു മാനദണ്ഡമല്ല. വെറും ഒരു 8ാം ക്ലാസ് ആയിരിക്കും ഫിജിക.com എന്നുള്ള കമ്പനി. ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള സ്വപ്നാന്തമയുടെ വെറും 8ാം ക്ലാസ് ആയിരിക്കും. നമ്മുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന 3.5 കോടി രൂപയ്ക്ക് പുറത്ത് ഈ കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ ഫിജിക.comലൂടെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. ഇനി വിദ്യാഭ്യാസം ഇനി ഇല്ലാത്ത ആളുകളല്ല, വിദ്യാഭ്യാസം ഹയർ ലെവലിലുള്ള വിദ്യാഭ്യാസമുള്ള ആള്. സബിതയുടെ ഒരു ഉദാഹരണമാണ്. ഞങ്ങളുടെ കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന സബിത രാജു എന്ന വ്യക്തി MBA ഹോൾഡറാണ്. ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് IT പാർക്ക് വർക്ക് ചെയ്ത ആളാണ്. നല്ല വിദ്യാഭ്യാസമുള്ള MBA കാരിയാണ്. ഈ പ്രോജക്റ്റിന്റെ നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല മേഖല വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളോ ഒരു മാനദണ്ഡമല്ല. നിങ്ങളെന്ന വ്യക്തിക്ക് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണോ, അതിനുള്ള അവസരം ഫിജിക.com ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പുറകെ ഒന്ന് ഓടി എന്താ പറയുക നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി അതിന് പുറകെ ഒന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ട് 1-2 മണിക്കൂർ ഫിജിക.com എന്നുള്ള കോൺസെപ്റ്റിലൂടെ ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ട്. നിങ്ങളെ ഒരു ടീമായിട്ട് മാറ്റിയെടുത്ത്, നിങ്ങളെ മികച്ച ലീഡേഴ്സ് ആയിട്ട് മാറ്റിയെടുത്ത് പുറമെ പോയി സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ഒരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ടൈപ്പിൽ ഫിജിക.com എന്നുള്ള കോൺസെപ്റ്റില് വ്യക്തികളുടെ ലൈഫിൽ അവരുടെ മാറ്റങ്ങളിലൂടെ ഫിജിക.com സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക.
ലക്ഷങ്ങളും കോടികളും ഒന്നും ഇല്ലെങ്കിൽ ഒരു മാസം ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിൽ എത്തിയാൽ പോലും ഒരു 10,20,000 രൂപ മിനിമം വാങ്ങിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ 8 മണിക്കൂറും 10 മണിക്കൂറും 15 മണിക്കൂറൊക്കെ പണിയെടുത്തിട്ട് പല ആളുകളും വാങ്ങുന്ന വരുമാനം 2 മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് വാങ്ങുന്ന ആളുകൾ ഫിജിക്കാർഡ്.കോമിലുണ്ട്. 2-3 മണിക്കൂർ നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിക്കാൻ ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മൈ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് പറ്റുന്ന അവസരമാണ് ഫിജിക്കാർഡ്.കോം എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാം. പ്ലാനിൽ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ആർക്കെങ്കിലും വേണ്ടിയിട്ട് പണിയെടുക്കാതെ നമുക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തയ്യാറാവാം. നേടിയെടുക്കാൻ ഒരുപാട് എന്നുള്ള ചിന്തയാണ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് ഞാൻ മാറി ഫിജിക്കാർഡ്.കോമില് ഫുൾ ടൈം എന്നുള്ള ഒരു രീതിയിൽ മാറി വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ അവസരം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇന്ന് ഈ പ്രൊജക്ട് കേട്ടുന്ന ഒരു വ്യക്തി നാളെ മറ്റന്നാൾ ഈ പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 4-5 വർഷത്തിനുള്ളിൽ അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റം ഉണ്ടാണെങ്കിൽ അതിന് പറ്റുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, മറ്റേതൊരു കമ്പനിയായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഫിജിക്കാർഡ്.കോം എന്നുള്ള പ്ലാൻ എടുത്ത് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഡെയിലി 30,000 വാങ്ങുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ തരാൻ പറ്റുന്ന രീതിയിൽ ഡെയിലി 30,000 വാങ്ങിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഈ കമ്പനിയുടെ റൈഡർ ഫണ്ട് 50,000 വാങ്ങിച്ചു വെച്ചാൽ ഞാൻ എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ട് തരാം. 50,000 എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. കേവലം ഒരു വർഷക്കാലം ഫിജിക്കാർഡ്.കോം എന്നുള്ള കോൺസെപ്റ്റിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ ആ വരുമാനത്തേക്ക് മാറാൻ പറ്റി. സെയിൽസ് മാനേജർ റാങ്കിലേക്ക് വെറും 48 ദിവസം കൊണ്ട് എത്തി. അന്ന് 1 ഡേ ഇൻകം ആയിട്ട് ഫിജിക്കാർഡ്.കോം എന്നുള്ള കമ്പനിയിൽ 48 ദിവസം ഞാൻ വാങ്ങിച്ച വരുമാനം 10,000 രൂപയാണ് ഒരു ദിവസം. അന്ന് എടുത്ത തീരുമാനം ഫിജിക്കാർഡ്.കോമിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തി ആഗ്രഹങ്ങൾക്ക് പുറകെ ഒന്ന് ഓടാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെയുണ്ട്. ഫിജിക്കൽ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി, നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളുടെയും ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് സമൂഹത്തിൽ വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഫിജിക്കാർഡ്.കോം ഇന്ത്യക്ക് മുഴുവൻ, ലോകത്തിന് മുഴുവൻ അഭിമാനമായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറ്റങ്ങളിലേക്കാണ് കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായില്ലേ പല കടകളിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. ഒരു തവണ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഓണക്കോടി ഉൾപ്പെടെ ഫിജിക്കാർഡ്.കോം അവൈലബിൾ ആണ്. ഈ പറഞ്ഞ സാരി ഉൾപ്പെടെ ലേഡീസാണ് ഏറ്റവും കൂടുതൽ സ്ക്രീനിലിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഉള്ള സെറ്റ് സാരി വേണോ, ഓണത്തിന് ഉടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളടക്കം ഫിജിക്കാർഡ്.കോമിൽ അവൈലബിൾ ആണ്. അപ്പം ആ രീതിയിലാണ് കമ്പനി മാറി ചിന്തിക്കുന്നത്. ഏത് ടൈമിലാണോ എന്ത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിലെ മാറ്റങ്ങൾ. 4-5 പ്രൊഡക്റ്റ് അല്ല, ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഫിജിക്കാർഡ്.കോം ഉണ്ട്. അത് കൂടാതെ കമ്പനിയുടെ ട്രാവൽ പാക്കേജ്, നിങ്ങൾ പുറത്തുപോയി യാത്ര ചെയ്തിട്ട് ഒരു റിസോർട്ട് പോയി താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലബ് ബോക്സ് ആൻഡ് റിസോർട്ട്സ് ഫിജിക്കാർഡ്.കോമിന്റെ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാം. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഫിജിക്കാർഡ്.കോമിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 SUV ഒക്കെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എല്ലാ പ്രൊഡക്റ്റുകളും പറഞ്ഞിരുന്നാൽ ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാലും തീരാത്ത പ്രൊഡക്റ്റുകൾ ഫിജിക്കാർഡ്.കോമിലുണ്ട്. പറയുമ്പോൾ ഒരുപാട് ആവേശപ്പെട്ടു പറയാനുള്ള ഒരു കാരണം ഫിജിക്കാർഡ്.കോം എന്നുള്ള കമ്പനി തന്ന പവർ തന്നെയാണ്. അല്ല ഞാനെന്ന വ്യക്തി വലിയ ബിസിനസ്സുകാരനായതുകൊണ്ടോ വലിയ കഴിവുകൾ ഉണ്ടായ ആയതുകൊണ്ടോ ഒന്നും അല്ല. ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിനെ അത്രമേൽ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് ഈ പ്രൊജക്റ്റില് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ റാങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധാരണക്കാരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതും. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തിയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ആഴ്ച, ഇന്ന് ഈ വ്യാഴാഴ്ച നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഓണത്തിന് എന്താ പറയാ ഉത്രാടപ്പാച്ചിലാണ് കേരളം മുഴുവൻ. ആ ഉത്രാടത്തിന്റെ അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഫിജിക്കാർഡ്.കോം എന്നുള്ള നെഞ്ചിത്തട്ട് നിങ്ങൾക്ക് പറയാൻ ഒരു 2-3 വർഷത്തിനപ്പുറം ഫിജിക്കാർഡ്.കോമിന്റെ നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള നിമിഷമാണ് നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ നിങ്ങൾക്ക് വരുമാനം വേണമെങ്കിൽ ഫിജിക്കാർഡ്.കോമിൽ സാധ്യമാണ്. പല ആളുകളും പറയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രി എന്താണെന്ന് അറിയില്ലാത്ത ആളുകളാ പറയാ. ലോകത്തെ ഏറ്റവും വലിയ സെയിൽസ് വൈദഗ്ധ്യമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യത്തിൽ വരെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് കണക്കുകൾ പറയുന്നു. ഞാനെന്ന വ്യക്തി പറയുന്നില്ല. 33 കോടി പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് 3,37,810 കോടിന്റെ കച്ചവടം നടക്കണമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് അതിൽ കൂടുതൽ അതുകൂടാ 140 കോടിയിൽ പരം ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഇന്ത്യയിലാണ് ഇനി വിപ്ലവം നടക്കാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ടാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് കേരളത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെന്ന വ്യക്തി തീരുമാനം എടുക്കുക. ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനൊപ്പം ഈ ഒരു പ്രൊജക്ട് ഫിജിക്കാർഡ്.കോം എന്നുള്ള കമ്പനിക്കൊപ്പം നിങ്ങളൊന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാറുന്ന ഒരു കമ്പനി തന്നെയായിരിക്കും ഫിജിക്കാർഡ്.കോം എന്നുള്ള ഹൃദയത്തിൽ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വിഷയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരിക്കൽ കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് എല്ലാ വ്യക്തികൾക്കും ഈ പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്ന് വർക്ക്ഔട്ട് ചെയ്യാനും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മാറ്റിവെക്കപ്പെട്ട പല ഫിനാൻഷ്യൽ നീഡ്സും ഇതിലൂടെ ഫുൾഫിൽ ചെയ്യാൻ കഴിയട്ടെ.
നേടിയെടുക്കാൻ പറ്റട്ടെ. നാളെ എന്നത് നമുക്ക് വേണ്ടിയാണ്. നാളത്തെ മോർണിംഗ് നിങ്ങൾ എന്താ പറയാ, നാളെ ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വർഷം, അടുത്തൊരു വർഷം റിയലി ഹാപ്പി ആയിട്ട് ഹാപ്പി ഓണം എന്ന് പറയാൻ പറ്റുന്നതിലേക്ക് ഒരു മാറ്റമായിട്ട് ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഫിജിക്ക.com സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ.